ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലേ? ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. CS20ലേക്ക് ഏവർക്കും സ്വാഗതം. എക്സാം തൊട്ടടുത്ത് നിൽക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കും എന്ന് കരുതുകയാണ്. ഈ നിമിഷം വളരെയധികം പ്രയോജനപ്പെട്ട വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫൈനൽ റിവിഷനാണ്. അപ്പോൾ ഇത് രണ്ട് കൂട്ടർക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്. അതായത് ഫുൾ മാർക്സ് മേടിക്കണം, A+ മേടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും, അതോടൊപ്പം തന്നെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ വളരെയധികം പ്രയോജനമാണ്. ഓക്കെ, അപ്പോൾ ഇത് പറയാൻ കാരണം, തൊട്ട് മുമ്പിൽ ഇപ്പം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ എക്സാം നടന്നല്ലേ, ആ സ്റ്റുഡൻസിന് ഞാനിതുപോലെ ഒരു വീഡിയോ ഫൈനൽ റിവിഷൻ 3 പാർട്ടായിട്ട് ഇട്ടിരുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അടങ്ങിയത്. അതവർക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അത് പഠിച്ചാൽ തന്നെ അവർക്ക് ഫുൾ മാർക്സ് തീർച്ചയായിട്ടും കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അത്തരത്തിലുള്ളൊരു വീഡിയോ നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഇത് വളരെ പ്രയോജനപ്രദമാണ്. എക്സാമിന് തൊട്ടടുത്തായതുകൊണ്ട് ഇത് നിങ്ങൾക്കിത് നോക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് മനസ്സിലാകും. അപ്പം മനസ്സിലാകണം, പഠിക്കണം എന്ന് ആഗ്രഹിച്ച് നല്ല മാർക്ക് മേടിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെ ഈ വീഡിയോ കാണുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിയാതെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, റെഡിയാണല്ലോ അല്ലേ? പോകാം ക്ലാസ്സിലോട്ട്. ചാപ്റ്റർ 4 വെബ് ടെക്നോളജി. ഡാഷ് ഈസ് എ സെർവർ ദാറ്റ് ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ മർച്ചൻറ്റ് സെർവർ ആൻഡ് ബാങ്ക് സെർവർ പേയ്മെൻറ്റ് ഗേറ്റ്വേ. നെയിം 3 വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ. ബൂട്ട്സ്ട്രാപ്പ്, ബ്ലൂഫിഷ്, അഡോബ് ഡ്രീംവീവർ. നെയിം എനി 2 സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ASP, JSP, PHP, PAL. അപ്പോൾ ഇതിൽ 2 എണ്ണം പഠിക്കുക. 4 എണ്ണം ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ചോദിച്ചാൽ 2 എഴുതിയാൽ മതി കേട്ടോ. കൂടുതൽ ഞാൻ തന്നിരിക്കുന്നതാണ്. നെയിം എനി 2 ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. JavaScriptഉം VBScriptഉം. അപ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും വെയിറ്റേജ്. ഫോക്കസ് ഏരിയയിൽ 7 മാർക്കും നോൺ ഫോക്കസ് ഏരിയയിൽ 4 മാർക്കൊക്കെയാണ് മോഡൽ എക്സാമിന് ചോദിച്ചത്. ടോട്ടൽ 11 മാർക്സിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നത്. ലിസ്റ്റ് ദ ബേസിക് ടാഗ്സ് ഇൻ HTML. അപ്പോൾ HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി. ലിസ്റ്റ് 3 MD ടാഗ്സ്. BR, HR, IMG. നെയിം എനി 3 ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. ബാക്ക്ഗ്രൗണ്ട്, BG കളർ, ടെക്സ്റ്റ്. നെയിം എനി 3 ആട്രിബ്യൂട്ട്സ് ഓഫ് മാർക്ക്. ഹൈറ്റ്, വിഡ്ത്ത്, ഡയറക്ഷൻ, ലൂപ്പ്, BG കളർ, H സ്പേസ്, V സ്പേസ്. അപ്പോൾ 3 എന്ന് നോക്കിയാൽ 3 എഴുതിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഇവിടെ തന്നേ ഉള്ളൂ പഠിക്കാനായിട്ട്. ഓക്കെ, നെയിം എനി 3 ആട്രിബ്യൂട്ട്സ് ഓഫ് ഫോണ്ട് ടാഗ്. കളർ, ഫേസ്, സൈസ്. നെയിം എനി 3 ആട്രിബ്യൂട്ട്സ് ഓഫ് IMG ടാഗ്. SRC, ഹൈറ്റ്, വിഡ്ത്ത്. അപ്പോൾ IMGയുടെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടായ ഏതാണെന്ന് വെച്ചാൽ SRC ആണ് കേട്ടോ. നെയിം 2 ആട്രിബ്യൂട്ട്സ് ഓഫ് HTML ടാഗ്. ഡിറും, ലാങ്ങും. ഫോർ സ്ക്രോളിംഗ് എ ടെക്സ്റ്റ് വി യൂസ് ഡാഷ് ടാഗ്. മാർക്ക്. മനസ്സിലായല്ലോ? അപ്പോൾ 1 വേർഡൊക്കെ ഇത്രയാണ് പഠിക്കുക. ലിസ്റ്റ് എനി 5 ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ്. BIUS, ബിഗ്, സ്മാള്, സബ്, സൂപ്പ്, ബ്ലോക്ക് ഔട്ട്. Which tag is used to include scripts in HTML page? Script. Write HTML tags used to insert comments in HTML web pages. അപ്പോൾ ഇതുപോലെ. List the different ways of implementing CSS. CSSൻ്റെ ഫുൾ ഫോം കസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഫുൾ ഫോം കൂടെ പഠിക്കുക കേട്ടോ. ഇൻലൈൻ CSS, embedded CSS, linked CSS. The number of bits in a software port number is 16. അപ്പോൾ ഇതെല്ലാം 1 വേർഡ് പഠിക്കുക. കമ്പയർ സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാമല്ലോ. അടുത്തത് കമ്പയർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. അപ്പോൾ അതും നിങ്ങൾ ഇതുപോലെ പഠിക്കുക. ഇത് നോട്ടിലൊക്കെ നേരത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കുക. അടുത്തത് റൈറ്റ് ദ പോർട്ട് നമ്പർ ഓഫ് ദ ഫോളോയിങ് വെബ് സർവീസസ്. അപ്പോൾ ഒരു പോർട്ട് നമ്പർ അല്ലെങ്കിൽ 2 പോർട്ട് നമ്പറൊക്കെ ചോദിക്കും. അപ്പോൾ അത് നോക്കി പഠിക്കുക. അപ്പോൾ 20 and 21 ആണെന്ന് വെച്ചാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഫുൾ ഫോം പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ FTP എന്നൊക്കെ ചോദിച്ചാൽ അതും മനസ്സിലാക്കിയിരിക്കണം. 22 സെക്യൂർ ഷെൽ SSH. 25 സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ SMTP. 53 DNS ഡൊമൈൻ നെയിം സിസ്റ്റം സർവീസ്. 80 ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ HTTP. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ FTP ഇമ്പോർട്ടൻ്റ് ആണ്. 110 പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ POP 3. 443 HTTP സെക്യൂർ. ഇത് സെക്യൂർ ആണ്. HTTPS ആണ് 443. ഇവിടെ HTTP അത് 80 ആണ്. രണ്ടും മനസ്സിലാക്കിയിരിക്കണം. ഇതിലൊരു S കൂടെ ഉണ്ട് കേട്ടോ. അടുത്തത് വാട്ട് ആർ ദ മെയിൻ ആട്രിബ്യൂട്ട്സ് ഓഫ് മാർക്ക് ടാഗ്. അപ്പോൾ ഓരോ ആട്രിബ്യൂട്ട് അത്
അതിൻ്റെ പർപ്പസ് എന്താണെന്ന് എഴുതണം. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് ദ മാർക്ക്, width of the mark, direction to scroll the mark, loop number of times to scroll the mark, bg color specifies background color, h space horizontal space around mark, p space vertical space around mark, list and explain any 5 text formatting tags. അപ്പം ടെസ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും ഇത് വരും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ മൂന്നെണ്ണം എഴുതാൻ ചോദിക്കും, ചിലപ്പോൾ എല്ലാം എഴുതാൻ ചോദിക്കും. പഠിക്കുക. ബിയും സ്ട്രോങ്ങും, ബിക്ക് പകരം സ്ട്രോങ് എന്ന് എഴുതാം. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും സ്ട്രോങ്ങിന് പകരമുള്ളത് അതാണ് ബി, ഐക്ക് പകരം ഇ എം, എസ്സിന് പകരം എസ് സ്ട്രൈക്ക് എന്ന്. മനസ്സിലായി? അതെങ്കിലും ഒന്ന് ഇതിൽ എഴുതിയാൽ മതി. ബി സ്ട്രോങ്, മേക്കിംഗ് ടെസ്റ്റ് ബോൾഡ്, ഐ ഇ എം ഇറ്റലൈസിങ് ദ ടെസ്റ്റ് അല്ലെങ്കിൽ എംഫസൈസിങ് ദ ടെസ്റ്റ്, യു അണ്ടർലൈനിങ് ദ ടെസ്റ്റ്, എസ് സ്ട്രൈക്ക് ദ ടെസ്റ്റ്, ബിഗ് മേക്കിംഗ് ദ ടെസ്റ്റ് ബിഗ് സൈസ്ഡ്, സ്മോൾ മേക്കിംഗ് ദ ടെസ്റ്റ് സ്മോൾ സൈസ്ഡ്, സബ് creating subscripts, soup creating superscripts, q to enclose the text in double quotes, block quote to indent the text. അപ്പോൾ ഇത് വാർക്കാനായിട്ട് ഒരു ടിപ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പഠിക്കുക. അല്ലെങ്കിൽ ഇത് ബിഗായ സ്ട്രോങ് ആയ യു എസിലെ എന്താണ് ബോൾഡായ സബ് ഇൻസ്പെക്ടറും, അടുത്ത് സ്മാളായ ഇമ്മാനുവലായ ഇറ്റലിയിലെ സൂപ്രണ്ടൻറ്റും, ബ്ലാക്ക് കോട്ട് തൊട്ട് നമ്മൾ ബ്ലാക്ക് കോട്ടില്ല എന്ന് ഓർക്കുക, ക്യൂവിൽ നിന്നു എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഇത്രയും കിട്ടും കേട്ടോ. യു എസ് ഐ ഇ എം ഞാൻ ഇമ്മാനുവൽ പറഞ്ഞില്ലേ ഇറ്റലിയിലെ. ബി ബോൾഡായ സ്ട്രോങ് ആയ അവർ സ്ട്രൈക്കിന് നിന്നു, ക്യൂവിൽ നിന്നപ്പോൾ സ്ട്രൈക്ക് ഉണ്ടായി എന്നെങ്കിലും ഓർക്കുക. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 3 ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇറ്റ് സ്പെസിഫൈസ് ബാക്ക്ഗ്രൗണ്ട് പിക്ചർ, ബി ജി കളർ ഇറ്റ് സ്പെസിഫൈസ് ദ ബാക്ക്ഗ്രൗണ്ട് കളർ, ടെസ്റ്റ് ഇറ്റ് സ്പെസിഫൈസ് ദ ടെസ്റ്റ് കളർ, ലിങ്ക് എ ലിങ്ക് വി ലിങ്ക് ഇറ്റ് സ്പെസിഫൈസ് ഹൈപ്പർ ലിങ്ക് കളർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 3 ആട്രിബ്യൂട്ട്സ് ഓഫ് ഏതെങ്കിലും ഒരു ടാഗ് തന്നിട്ട് ചോദിക്കും 3 മാർക്കിന് കേട്ടോ. റൈറ്റ് ദ യൂസ് ഓഫ് ഫോണ്ട് ടാഗ് ആൻഡ് എക്സ്പ്ലെയിൻ 3 ആട്രിബ്യൂട്ട്സ് ഓഫ് ഫോണ്ട് ടാഗ്. അപ്പോൾ ഫോണ്ട് ടാഗിൻ്റെ ഉപയോഗം ടു ചേഞ്ച് ദ കളർ സ്റ്റൈൽ ആൻഡ് സൈസ് ഓഫ് ദ ടെസ്റ്റ്. ആട്രിബ്യൂട്ട്സ് കളർ ഇറ്റ് സ്പെസിഫൈസ് ദ ടെസ്റ്റ് കളർ, പിന്നെ ഫേസ് ഇറ്റ് സ്പെസിഫൈസ് ദ ഫോണ്ട് ഫേസ്, സൈസ് ഇറ്റ് സ്പെസിഫൈസ് ദ ഫോണ്ട് സൈസ്. റൈറ്റ് ദ യൂസ് ഓഫ് IMG ടാഗ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ആട്രിബ്യൂട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ടാണ് എല്ലാ ടാഗും ഇവിടെ തരുന്നത്. യൂസ് ഓഫ് ടാഗ് ടു ഇൻസെർട്ട് ഇമേജസ്, ആട്രിബ്യൂട്ട്സ് SRC, ഇതാണ് പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട് IMGയുടെ. ഇറ്റ് സ്പെസിഫൈസ് ദ ഫയൽ നെയിം ഓഫ് ദ ഇമേജ്. ഹൈറ്റ് ഇറ്റ് സ്പെസിഫൈസ് ഹൈറ്റ് ഓഫ് ദ ഇമേജ്, വിഡ്ത്ത് ഇറ്റ് സ്പെസിഫൈ വിഡ്ത്ത് ഓഫ് ദ ഇമേജ്. റൈറ്റ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ HTML ഡോക്യുമെൻറ്റ്. അപ്പോൾ HTML ഹെഡ് ടൈറ്റിൽ എഴുതുക, എന്നിട്ട് ടൈറ്റിൽ ക്ലോസ് ചെയ്യുക, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു, വെൽക്കം എന്ന് എഴുതി, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. റൈറ്റ് HTML കോഡ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നോക്കുക. ഇത് വളരെ ഈസിയാണ്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നോക്കുക. അപ്പോൾ ഇങ്ങനെ സബ്സ്ക്രിപ്റ്റ് ഇട്ടും അല്ലെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ഇട്ടും വന്നാൽ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ഈ ടു എഴുതുന്നതിന് അപ്പുറത്തും ഇപ്പുറത്ത് സബ് ഇടുക, സബ്സ്ക്രിപ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഒന്ന് ഓപ്പണിംഗ് ടാഗും മറ്റേത് ക്ലോസിംഗ് ടാഗുമാണ്. സബ് കണ്ടോ? അടുത്ത് അപ്പോൾ എഴുതി, ഈ ട്യൂബിൻ്റെ അപ്പുറത്ത് മാത്രമേ എങ്ങനെ വന്നുള്ളൂ. എഴുതിയിട്ട് സബ് എഴുതി, ബാക്കി SO എഴുതി, പിന്നെ 4 സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 4ൻ്റെ അപ്പുറത്ത് സബ് എഴുതി. മനസ്സിലായി? ഇവിടെ വരുമ്പോൾ സൂപ്പ് എഴുതണം, സ്ക്വയർ ആയതുകൊണ്ട്. അപ്പോൾ രണ്ടാമത്തെ നോക്കൂ, എഴുതിയതിന് ശേഷമാണ് 2 എഴുതേണ്ടത്. 2ന് അപ്പുറത്ത് സൂപ്പ് ഇടുക, സൂപ്പ് കണ്ട, ക്ലോസ് ചെയ്തു. കണ്ടെയ്നർ ടാഗാണ്. അടുത്തത് ബി, പ്ലസ് ഇട്ടിട്ട് ബി ഇട്ടിട്ട് 2ൻ്റെ അപ്പുറത്ത് സൂപ്പ് ഇട്ടു. മനസ്സിലായല്ലോ? പ്ലസ് 2AB. പിന്നെ ഇവിടെ സൂപ്പർ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ 2AB അതുപോലെ എഴുതി. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ വരും. വാട്ട് ഈസ് കസ്കാഡിങ് സ്റ്റൈൽ ഷീറ്റ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോൺ ഫോക്കസ് ഏരിയയിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫോക്കസ് ഏരിയ നോൺ ഫോക്കസ് ഏരിയ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇറ്റ് ഈസ് എ സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിംഗ് ദ ഫോർമാറ്റിംഗ് ഓഫ് എ ഡോക്യുമെൻറ്റ് റിട്ടൺ ഇൻ HTML. അപ്പോൾ ഒരു സെൻറ്റൻസേ ഉള്ളൂ, പഠിക്കുക അത്. ചാപ്റ്റർ 5 വെബ് ഡിസൈനിങ് യൂസിങ് HTML. ഫോക്കസ് ഏരിയ എന്ന 6 മാർക്കും നോൺ ഫോക്കസ് ഏരിയ എന്ന 5 മാർക്കിനാണ് നേരത്തെ വന്നത്. എക്സ്പ്ലെയിൻ ദ HTML ടാഗ് ടേബിൾ ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്. ടേബിൾ ടു ക്രിയേറ്റ് എ ടേബിൾ. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിലാണ് ടേബിൾ ടാഗ്. അതിൻ്റെ ആട്രിബ്യൂട്ട് പ്രധാനപ്പെട്ടതാണ് ബോർഡർ.
ടേബിൾ ആകുമ്പോൾ ഒരു ബോർഡറൊക്കെ ഇല്ലേ, അപ്പോൾ ഇതുപോലെ ബോർഡർ വേണം. അപ്പോൾ ബോർഡർ ടു സെറ്റ് ദ തിക്നെസ് ഓഫ് ദ ടേബിൾ ബോർഡർ. ബോർഡർ കളർ കൊടുക്കാം ടു സെറ്റ് ദ കളർ ഓഫ് ദ ടേബിൾ ബോർഡർ. അലൈൻ ടു സെറ്റ് ദ പൊസിഷൻ ഓഫ് ദ ടേബിൾ ഇൻസൈഡ് ദ ബ്രൗസർ വിൻഡോ. ബാക്ക്ഗ്രൗണ്ട് ടു സെറ്റ് ദ ടേബിൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. BG കളർ ടു സെറ്റ് ദ ടേബിൾ ബാക്ക്ഗ്രൗണ്ട് കളർ. വിഡ്ത്ത് ഹൈറ്റ് to set the table width and height. Cell spacing to set the space between cells. Cell padding to set the space between content and cell border. Explain form tag and its attribute. It is used to create a form. Form tag form create cheyananu. And the attributes action, it specifies the URL of the form handler. Method, it specifies the method used to upload data. Target, it specifies the target window or frame for displaying the result. Explain input tag and its attribute. Input, it is used to create form controls. Attribute type, it specifies the control type. Name, it is used to give a name to the input control. Value, it is used to give an initial value inside the control. Size, it sets the width of the input text in terms of characters. Max length, it specifies maximal length of characters in a field. Explain any 5 different form controls that can be created by input tag. അപ്പോൾ ടൈപ്പ് ഓഫ് കൺട്രോൾ ഇവിടെ വാല്യൂ ഓഫ് ടൈപ്പ് ആട്രിബ്യൂട്ട് അടുത്ത് യൂസ് നോക്കാം. കൺട്രോൾ ടെക്സ്റ്റ് ബോക്സ് അതിൻ്റെ ആട്രിബ്യൂട്ട് ടെക്സ്റ്റ് ടു ഇൻപുട്ട് എ ലൈൻ ഓഫ് ടെക്സ്റ്റ്. പാസ്വേഡ് ബോക്സ് പാസ്വേഡ് ടു ഇൻപുട്ട് പാസ്വേഡ്സ്. റേഡിയോ ബട്ടൺ റേഡിയോ ടു സെലക്ട് വൺ ഐറ്റം ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ഓപ്ഷൻസ്. ചെക്ക് ബോക്സ് ടു സെലക്ട് വൺ ഓർ മോർ ഐറ്റംസ് ഫ്രം എ ഗ്രൂപ്പ്. സബ്മിറ്റ് ബട്ടൺ സബ്മിറ്റ് ആണ് ആട്രിബ്യൂട്ട്. ടു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ടു സബ്മിറ്റ് ഡാറ്റ ടു ദ സെർവർ. റീസെറ്റ് ബട്ടൺ റീസെറ്റ് ടു ക്ലിയർ ദ എൻട്രീസ് ഇൻ ദ ഫോം. എക്സ്പ്ലെയിൻ ലിസ്റ്റ് ഇൻ HTML. ഇതിൽ നിന്ന് ഒരു എന്താണ് കോഡൊക്കെ എഴുതാനായിട്ടൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഓർഡേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്പേർഡ് ലിസ്റ്റ് എന്ന് പറയാം. അത് കണ്ടെയ്നർ ടാഗാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. എൻക്ലോസ്ഡ് ബൈ OL ടാഗ്. OL container tag ആണ്. Each item within the list begins with LI tag. List labeled with numbers, letters or Roman numerals. The type attribute is used here. Unordered list ആണെങ്കിൽ അല്ലെങ്കിൽ ബുള്ളറ്റഡ് ലിസ്റ്റ് എന്ന് പറയും. ഇതും കണ്ടെയ്നർ ടാഗ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ എനി ഓർഡർ. ഇവിടെ സ്പെസിഫിക് ഓർഡർ, ഇവിടെ എനി ഓർഡർ. ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ബൈ UL tags. Each item within the list begins with LI tag. List labeled with bullets or some other symbols. Type attribute is used here. Definition list container tag ആണ്. It is used to display a list of terms with definitions. It is enclosed by DL tags. Each term within the list begins with DT tag and each definition begins with DD. No attribute. Links can be created using dash tag. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. A tag ഇതിന് ആങ്കർ ടാഗ് എന്ന് പറയും. Dash is the main attribute of A tag. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. href. Name the 3 essential tags for creating a table in HTML. Write the purpose of each tag. TR to create rows, TH to create heading cells, TD to create data cells. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരാം കേട്ടോ. 6 മാർക്കിന്. ഇത് മിക്കവാറും ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതുപോലെ വരും ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പ്രാക്ടിക്കലിന് ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് വ്യക്തമായിട്ട് ഇപ്പം മനസ്സിലാക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന് വരും മിക്കവാറും. പഠിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ടേബിൾ HTML കോഡ് തയ്യാറാക്കാനായിട്ട് കൊടുത്തിരിക്കും. അപ്പോൾ നോക്കൂ. അപ്പോൾ ഇത് എഴുതേണ്ട HTML ഹെഡ് ടൈറ്റിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ ഇവിടെ ടേബിൾ എന്ന് കൊടുക്കുക. ഞാൻ സ്റ്റുഡൻറ്റ് ടേബിൾ എന്ന് കൊടുത്ത് ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ഓപ്പൺ ചെയ്തു. ഇനി ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടേബിൾ എന്ന ടാഗ് ഉപയോഗിക്കണം. പിന്നെ ബോർഡർ വേണം. അപ്പോൾ ബോർഡർ ഈക്വൽ 1 എന്ന വാല്യൂ കൊടുത്തു. ഇനി എനിക്ക് ഓരോ 3 റോ ആണുള്ളത്. അപ്പോൾ TR റോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം TR എന്ന് ഇടണം. എന്നിട്ട് ഇത് ഹെഡിങ് അല്ലേ, റോൾ നമ്പറും നെയിമും. അപ്പോൾ അത് ഹെഡിങ് ഓട്ടോമാറ്റിക്കാണ് സെൻറ്ററിൽ തന്നെ വരും. ഇവിടെ സെൻറ്റർ ആയതുകൊണ്ട് എനിക്ക് സെൻറ്ററിൽ ഹെഡിങ് വരണം. അപ്പോൾ TH എന്ന് കൊടുത്താൽ മതി. ഹെഡിങ് ആണോ സെൻറ്ററിലേ വരത്തുള്ളൂ. TH ആണ് ഹെഡിങ്. എന്നിട്ട് റോൾ നമ്പർ TH ക്ലോസ് ചെയ്തു. അടുത്ത എന്താണ് ആ റോയിൽ TH നെയിം TH ക്ലോസ് ചെയ്തു. എന്നിട്ട് ആ റോ തീർന്നല്ലോ. അപ്പോൾ TR ക്ലോസ് ചെയ്തു. അപ്പോൾ ഒരു റോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം. ഇനി എത്ര റോ ഉണ്ടെങ്കിലും അടുത്ത് നോക്കൂ. ഇനി ഇത് ഹെഡിങ് ആണ്. ആദ്യത്തത് ഹെഡിങ് ആയിരുന്നു. ഇനി TD ആണ്, ഡാറ്റയാണ്. വീണ്ടും റോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ TR എന്ന് ഇടണം. TR എന്ന് ഇട്ടു. കാണുമ്പോൾ എന്തോ പോലെ ഇരിക്കും, പക്ഷേ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇവിടെ TD ഇടണം. പിന്നെ TD
അലൈൻ ഈക്വൽ സെൻറ്റർ കൊടുത്തു, കാരണം ഇത് സെൻറ്ററിലായതുകൊണ്ടാണ്. ഇപ്പോൾ സൈഡിലാണ് ഇവിടെ വന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും വേണ്ട, TD1 TD എന്നിട്ടാൽ മതി. പക്ഷേ ഇത് സെൻറ്ററിൽ കിടക്കുന്നതുകൊണ്ട് TD അലൈൻ ഈക്വൽ സെൻറ്റർ എന്ന് കൊടുത്തു ഡബിൾ കോട്ട്സിനകത്ത്. അത് ക്ലോസ് ചെയ്തിട്ട് 1 ഇട്ടു, പിന്നെ TD ക്ലോസ് ചെയ്തു. അടുത്തത് TD കണ്ടോ, അലൈൻ ഈക്വൽ സെൻറ്റർ ആരിയ TD ക്ലോസ് ചെയ്തു. എന്നിട്ട് ആ ഒരു റോ തീർന്നു, TR ക്ലോസ് ചെയ്തു. അടുത്ത TR തുടങ്ങണം. അപ്പോൾ TR ഓപ്പൺ ചെയ്തു, വീണ്ടും TD അലൈൻ ഈക്വൽ സെൻറ്റർ 2 ഇട്ടു, TD അലൈൻ ഈക്വൽ സെൻറ്റർ എന്ന് എഴുതിയിട്ട് അരുൺ കണ്ടോ TD. എന്നിട്ട് ആ റോ തീർന്നു, TR ക്ലോസ് ചെയ്തു. ഇനി എനിക്ക് അത് ക്ലോസ് ചെയ്യണം, ടേബിൾ ക്ലോസ് ചെയ്യണം, പിന്നെ ബോഡി ക്ലോസ് ചെയ്യണം, HTML ക്ലോസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും പഠിച്ചു പോവുക. ഇതല്ലെങ്കിൽ മിക്കവാറും ഈ ക്വസ്റ്റ്യൻ വരാം, ഇങ്ങനത്തത് വരാം. ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 മോഡലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ ഏതെങ്കിലും ഒന്ന് വരാം, ചിലപ്പോൾ ഇതുപോലെ വരാം. ഇതാണെങ്കിൽ അൺഓർഡർഡ് ലിസ്റ്റ്, ഇത് ഓർഡർഡ് ലിസ്റ്റ് അല്ലേ, ഇങ്ങനെ നമ്പരോ ABCD എന്നോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ അൺഓർഡർഡ് ലിസ്റ്റ്, ഇതെങ്ങനെയാണ് HTML ഹെഡ് ടൈറ്റിൽ ഇതൊക്കെ എഴുതാൻ അറിയാം, ബോഡി വരെ എഴുതാൻ അറിയാം. അപ്പോൾ അൺഓർഡർഡ് എങ്കിൽ UL എന്ന് ഇടുക, വളരെ ഈസിയാണ്, നോക്കുക. UL ടൈപ്പ് ഈക്വൽ ഇവിടെ സർക്കിളാണല്ലേ, ഇവിടെ യാതൊന്ന് നോക്കണം, സർക്കിൾ. നമ്മളൊരു ടൈപ്പിൽ കൊടുക്കണമെങ്കിൽ ഡിസ്ക് വരും. അപ്പോൾ ടൈപ്പ് ഈക്വൽ സർക്കിൾ, എന്നിട്ട് LI ലിസ്റ്റ് LI എന്ന് കൊടുക്കണം. ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് എന്തിടണം, നേരത്തെ നമ്മൾ ടേബിളിന് അപ്പുറത്ത് ഇപ്പുറത്തും TD ഒക്കെ ഇട്ടതുപോലെ റാമിൻ്റെ ഇപ്പുറത്ത് എന്തിടണം, LI ഇടണം, ഇപ്പുറത്ത് LI ക്ലോസ് ചെയ്യണം. അടുത്ത റോം വേണം, ഇപ്പുറത്ത് LI ഇടണം. ഇവിടെ കണ്ട LI ലിസ്റ്റ് ചെയ്യണേ. അപ്പോൾ ആദ്യം UL എന്ന് ഇടണം, അപ്പോഴേ ഓർഡർഡ് ലിസ്റ്റ് അൺഓർഡർഡ് ലിസ്റ്റ് എന്ന് അറിയത്തുള്ളൂ. UL ഇട്ടിട്ട് LI അടുത്ത് LI കണ്ടോ, ഇപ്പുറത്ത് മദർ ബോർഡ് LI, ഇവിടെ LI ഇട്ടു, രജിസ്റ്റേഴ്സ് LI ക്ലോസ് ചെയ്തു. എന്നിട്ട് തീർന്നല്ലോ. അപ്പോൾ UL ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML. ഇതൊക്കെ 6 മാർക്കിന് വരാം, ഇത്രയും തന്നെ. ഇനി ഇങ്ങനെയാണ് ചോദിച്ചെങ്കിലോ ഇത് ഉടനെ മനസ്സിലാക്കണം. 1 2 3 എന്നോ ABCD എന്നോ ഇതുപോലെ റോമൻ ലെറ്റേഴ്സോ കൊടുത്തിരുന്നാൽ ഇത് OL ആണ് കൊടുക്കേണ്ടത്, ഓർഡർഡ് ലിസ്റ്റാണ്. അപ്പോൾ UL മാറ്റി നിങ്ങൾ വേറെ ഒന്നും വേണ്ട, OL എന്ന് കൊടുക്കുക. OL. അപ്പോൾ ഇവിടെ ഇത് 5 ആണല്ലേ. അപ്പോൾ ടൈപ്പ് ഈക്വൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏത് മോഡലാണ്, റോമൻ ലെറ്റർ. അപ്പോൾ 1 കൊടുക്കണം, കണ്ടോ. ടൈപ്പ് ഈക്വൽ 1, സ്റ്റാർട്ട് ഈക്വൽ 5. സ്റ്റാർട്ട് ചെയ്യേണ്ടത് 5 എന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ 5 കൊടുക്കാവൂ. ഇപ്പോൾ ABCD അതിൽ C ആണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 3 എന്നാണ് കൊടുക്കേണ്ടത്. സ്റ്റാർട്ട് ഈക്വൽ 5. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇടുക. കണ്ടോ, ഇവിടെ വന്നതുപോലെ എഴുതി. OL ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ചാപ്റ്റർ 6 ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് JavaScript. ഫോക്കസ് ഏരിയ 4, നോൺ ഫോക്കസ് ഏരിയ ചോദിച്ചിട്ടില്ല. ഡിസ്ക്രൈബ് എനി 2 ഡാറ്റ ടൈപ്സ് യൂസ്ഡ് ഇൻ JavaScript. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. JavaScript എന്ന ക്വസ്റ്റ്യനിൽ കണ്ട JavaScripറ്റിലുള്ള ഡാറ്റ ടൈപ്പാണ് എഴുതേണ്ടത്. C++ എന്നുണ്ട് C++ലുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ JavaScript മിക്കവാറും ഇത് ചോദിക്കും ഡാറ്റ ടൈപ്പ്. അതിൽ ഏതൊക്കെയാണ് ഡാറ്റ ടൈപ്പ്? നമ്പർ, സ്ട്രിംഗ്, ബൂലിയൻ. പഠിച്ചല്ലോ, നമ്പർ, സ്ട്രിംഗ്, ബൂലിയൻ. ഇൻറ്റിജർ, ഫ്ലോട്ടൊന്നും എഴുതി വയ്ക്കരുത്. JavaScript ചോദിച്ച ഡാറ്റ ടൈപ്പ് നമ്പർ, സ്ട്രിംഗ്, ബൂലിയൻ. അപ്പോൾ ഇത് ചോദിക്കണം, ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ അതിനെ വിവരിക്കണം. നമ്പർ എന്തിനാണ്? ആൾ നമ്പേഴ്സ്. എക്സാമ്പിൾ കാണിക്കുക. പോസിറ്റീവ്, നെഗറ്റീവ്, ദശാംശസംഖ്യ ഏത് വേണോ കാണിക്കുക. സ്ട്രിംഗ് ആണെങ്കിൽ എനിത്തിങ് എൻക്ലോസ്ഡ് വിത്തിൻ ഡബിൾ കോഴ്സ്. ഇതിനകത്ത് ഡബിൾ കോഴ്സിനകത്ത് എന്ത് എഴുതിയാലും സ്ട്രിംഗ് ആണ്. ബൂലിയൻ ആണെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് വാല്യൂ കിട്ടും. അപ്പോൾ ഇതുപോലെ എഴുതുക. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 2 ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഇൻ JavaScript. ഞാൻ എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾ 2 ചോദിച്ചാൽ 2 എഴുതിയാൽ മതി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. അപ്പോൾ ഇതിൽ ഫങ്ഷൻസ്, അലേർട്ട്, ഈസ്നാൻ. അലേർട്ട് എന്തിനാണ്? ടു ഡിസ്പ്ലേ എ മെസ്സേജ് ഓൺ ദ സ്ക്രീൻ. എക്സാമ്പിൾ ഉൾപ്പെടെ ഞാൻ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഔട്ട്പുട്ട് ചോദിക്കാം കേട്ടോ, എന്തെങ്കിലും തന്നിട്ട്. അപ്പോൾ അലേർട്ട് വെൽക്കം എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വെൽക്കം ആയിരിക്കും. ഈസ്നാൻ നോട്ട് എ നമ്പർ ടു ചെക്ക് വെദർ ദ വാല്യൂ ഈസ് എ നമ്പർ ഓർ നോട്ട്. ഈ നാനിൻ്റെ ഒക്കെ സ്പെല്ലിംഗ് നോക്കണേ. ഇത് അക്ഷരങ്ങൾ ഇത് രണ്ടും ക്യാപിറ്റലാണ്. N. ഇവിടെ അപ്പർ കേസിൽ യുവും സിയും എല്ലും സി ഇവിടെ ക്യാപിറ്റലാണ്. ഇവിടെ ചാററ്റിൽ A ക്യാപിറ്റലാണ്. അപ്പോൾ ഈസ്നാൻ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഈസ്നാൻ ഗുഡ്. നോട്ട് എ നമ്പർ ആണോ എന്ന് ചോദിക്കുന്നു. നോട്ട് എ നമ്പർ അല്ലേ, ഗുഡ് എന്ന് പറയുന്ന നമ്പർ അല്ലല്ലോ. അപ്പോൾ ട്രൂ ആണ്. ആൻസർ എന്ത് വരും? ഈസ് എന്ന് ചോദിക്കുമ്പോൾ ട്രൂ ആണ് കേട്ടോ, ബൂലിയൻ. ടു അപ്പർ കേസ്. അപ്പോൾ ഇറ്റ് റിട്ടേൺസ് ദ അപ്പർ കേസ് ഫോം ഓഫ് ദ ഗിവൺ സ്ട്രിങ്. JavaScript 2 അപ്പർ കേസ് ഉണ്ടോ. ഇതിനെ അപ്പർ കേസിലോട്ടാക്കണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് കിട്ടുന്നത്. ഇതുപോലെ
അടുത്ത് ടു ലോവർ കേസ് ഉണ്ടോ, ഡബിൾ കോട്ട്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ലോവർ കേസിലോട്ടാക്കുമ്പോൾ എല്ലാം ലോവർ കേസ് ആവും, എസ് ഉൾപ്പെടെ കണ്ടോ ലോവർ കേസിലോട്ടായി. അടുത്ത് ചാററ്റ്, ഇറ്റ് റിട്ടേൺസ് ദ ക്യാരക്ടർ അറ്റ് പർട്ടിക്കുലർ പൊസിഷൻ. ഒരു പർട്ടിക്കുലർ പൊസിഷനുള്ള ക്യാരക്ടർ, ഇപ്പം ദ സിക്സ്ത് ക്യാരക്ടറാണ് കാണുന്നതെന്ന് വെച്ചുള്ളത്. അപ്പോൾ ചാററ്റ് 5 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എണ്ണുമ്പോഴത്തേക്ക് ഇത് 6ാമത്തത്. അപ്പോൾ ഇതിൽ കൊടുക്കേണ്ട ചാററ്റ് 5 0യിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ അത് ഏത് കിട്ടും, സി ആണ് കിട്ടേണ്ടത്, 6th ലെറ്ററാണ് കിട്ടുന്നത്. ക്യാരക്ടററ്റ്. നെയിം ദ കീവേഡ് യൂസ്ഡ് ടു ഡിക്ലെയർ വേരിയബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ്, var. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് എക്സ്പ്ലെയിൻ സ്ക്രിപ്റ്റ് ടാഗ് ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്. സ്ക്രിപ്റ്റും ആൻഡ് ആട്രിബ്യൂട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റ് ഇൻ HTML പേജ്. ചോദിക്കാം, HTML പേജിൽ സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഏത് ടാഗാണ്, സ്ക്രിപ്റ്റാണ് കൊടുക്കേണ്ടത്, കണ്ടെയ്നർ ടാഗാണ്. ആട്രിബ്യൂട്ട് ലാംഗ്വേജ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ്. ഇറ്റ് സ്പെസിഫൈസ് ദ നെയിം ഓഫ് ദ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. റൈറ്റ് 5 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഓപ്പറേറ്റേഴ്സ് ചോദിക്കാം, നമ്മൾ C++ ഇല്ലേ അതേപോലെ തന്നെ, പക്ഷേ അഡീഷണൽ ഒന്നുകൂടെ ഇവിടെ ഉണ്ട്. അർത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇതാണ്: ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ. ഇതൊക്കെ C++ പഠിച്ചു അറിയാം. ഇനി സ്ട്രിങ് കൺകാണ്ടിനേഷൻ, 2 സ്ട്രിങ്ങിനെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഗുഡും മോർണിംഗും 2 സ്ട്രിങ് ആണെന്ന് വെച്ചോളൂ. ചേർത്ത് എഴുതണമെങ്കിൽ ഗുഡ് മോർണിംഗ് പറയണമെങ്കിൽ കൺകാണ്ടിനേഷൻ പ്ലസ് ആണ് ഇടേണ്ടത് ഇവിടെ. അപ്പോൾ ഇത്രയും സിമ്പിൾ ഇത് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു വയ്ക്കുക. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ മാർക്ക് അനുസരിച്ച് എഴുതണം. ഇതിന് ഓരോന്നിനും എക്സാമ്പിൾ എഴുതുക. ഇപ്പോൾ 2 + 3 2 - 4 എന്നൊക്കെ നിങ്ങൾക്ക് കാണിക്കാറില്ലേ? അപ്പോൾ അതുപോലെ ഓരോ എക്സാമ്പിൾസ് ഓരോന്നിനും കൂടെ കാണിക്കുക, അത്രയേ ഉള്ളൂ. വിത്ത് എക്സാമ്പിളോടെ. റൈറ്റ് ദ ബിൽറ്റ് ഇൻ JavaScript functions used for the following situation. Display warning message in the screen. അപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ചില്ലേ, ബിൽറ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ചോദിക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തിരിച്ചും ചോദിക്കാം. ഇങ്ങനെ തന്നിട്ട് അതിന് ഏത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിന് അലേർട്ട്. ക്യാരക്ടർ പർട്ടിക്കുലർ പൊസിഷൻ ചാററ്റ്. അപ്പോൾ ഈ സ്പെല്ലിംഗ് പഠിക്കണം കേട്ടോ, ക്യാപിറ്റലൊക്കെ നോക്കി എഴുതണം. കൺവേർട്ട് അപ്പർ കേസ് ടു ലോവർ കേസ് ടു ലോവർ കേസ്. അപ്പോൾ എല്ലാം സി ഇവിടെ സ്മാളാണ്. അടുത്ത ചാപ്റ്റർ 7 വെബ് ഹോസ്റ്റിംഗ്. അപ്പോൾ ഇതിൽ ഫോക്കസ് ഏരിയയിൽ 3 മാർക്ക്, നോൺ ഫോക്കസ് ഏരിയയിൽ 2 മാർക്കാണ് മോഡൽ എക്സാമിന് വന്നത്. ഡിഫൈൻ വെബ് ഹോസ്റ്റിംഗ്. ദ പ്രോസസ് ഓഫ് സ്റ്റോറിംഗ് വെബ് പേജസ് ഓൺ എ വെബ് സെർവർ ഈസ് കോൾഡ് വെബ് ഹോസ്റ്റിംഗ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ഉണ്ട്: ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, വെർച്വൽ ഹോസ്റ്റിംഗ്. ഷെയർഡ് ഹോസ്റ്റിംഗിൽ സെർവർ ഈസ് ഷെയർഡ് ബൈ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ വെബ്സൈറ്റ്സ് വിത്ത് ലെസ് ട്രാഫിക്. ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. ഇറ്റ് ഈസ് ഈസി ടു യൂസ്. Disadvantage: slow to access the website. It is not suitable for large websites with large traffic. Dedicated hosting. A server is dedicated to only one customer. It is suitable for websites with a large volume of traffic. It is expensive. It is not shared. Websites of large organizations, government departments, etc. use dedicated web hosting. Advantages: fast access, high bandwidth, high security. VPS hosting, virtual private server hosting. Full form പഠിക്കണേ. The server is virtually partitioned into several servers using the virtualization technology. Each VPS works like a dedicated server. Each VPS has its own operating system, software, etc. It is less expensive than dedicated hosting. It is suitable for websites that require more features than shared hosting, but less features than dedicated hosting. Some popular server virtualization software are VMware, VirtualBox, FreeVPS, etc. Write the type of web hosting that is most suitable for hosting a school website with a database. Shared hosting. For hosting a website for a firm. Dedicated hosting. For creating a blog to share pictures and posts. Virtual private server hosting. For creating a low-cost personal website with a unique domain name. Shared hosting. Name 5 virtualization software: VMware, VirtualBox, FreeVPS, user model Linux, Microsoft Hyper-V. Name any 3 FTP client software. Important ആണ്. Filezilla, Qt FTP, Smart FTP. Name any 3 CMS software. WordPress, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Drupal, Joomla. Identify the word one. ഇതിൽ ഏതാണ്? Filezilla. Write 2 examples for free web hosting sites: sites.google.com, yola.com. Write short note on free hosting. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീ ഹോസ്റ്റിംഗ് ചോദിക്കാം. റൈറ്റ് ദ മെറിറ്റ്സ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ഓഫ്
ഫ്രീ വെബ് ഹോസ്റ്റിംഗ് ഇങ്ങനെയും ചോദിക്കാം. ഫ്രീ വെബ് ഹോസ്റ്റിംഗ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, പഠിച്ചിരിക്കണം. ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡ്സ് വെബ് ഹോസ്റ്റിംഗ് സർവീസസ് ഫ്രീ ഓഫ് ചാർജ്. Service providers meet the expenses through advertisements. Sites.google.com, YOLO.com, etc. are free web hosting services. Disadvantages: free web hosting sites provide only limited facilities such as limited storage space, do not allow multimedia files. What is CMS? Give 2 examples. CMS is a software that is used to create, modify and publish websites. It provides templates for designing websites. CMS software are WordPress, Drupal and Joomla. Write the advantages of CMS. Even non-technical people can easily design and develop websites through CMS. Cheap ആണ്, download freely, safe ആണ്. Expand CMS, Content Management System. ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പാൻഡ് VPS, വെർച്വൽ പ്രൈവറ്റ് സെർവർ. എക്സ്പാൻഡ് ICANN, ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. വാട്ട് ഡു യു മീൻ ബൈ റെസ്പോൺസീവ് വെബ് ഡിസൈൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്പോൺസീവ് വെബ് ഡിസൈൻ വിൽ അഡ്ജസ്റ്റ് ദ വെബ് പേജസ് അക്കോർഡിംഗ് ടു വേരിയസ് സ്ക്രീൻ സൈസസ്. പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാഷ് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ടു സെൻഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഇൻ എൻക്രിപ്റ്റഡ് ഫോം. SSHFTP അല്ലെങ്കിൽ SFTP എന്നും പറയാം. മനസ്സിലായല്ലോ? SFTP. SFTP uses dash protocol which provides facilities for secure file transfer. SSH protocol അല്ലെങ്കിൽ secure shell protocol. What do you mean by responsive web design? നേരത്തെ തന്നു. How is responsive web design implemented? അപ്പോൾ റെസ്പോൺസീവ് വെബ് ഡിസൈനിങ് വാസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട്, ഫ്ലെക്സിബിൾ ഇമേജസ് ആൻഡ് മീഡിയ ക്വറീസ്. അപ്പോൾ ഫ്ലെക്സിബിൾ ഗ്രിഡ് ലേഔട്ട് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു സെറ്റ് ദ സൈസ് ഓഫ് ദ വെബ് പേജ് ടു ഫിറ്റ് ദ സ്ക്രീൻ സൈസ് ഓഫ് ദ ഡിവൈസ്. ഫ്ലെക്സിബിൾ ഇമേജസ്, ഇറ്റ് ഹെൽപ്സ് ടു സെറ്റ് ദ സൈസ് ഓഫ് ദ ഇമേജ് ഓർ വീഡിയോ ടു ഫിറ്റ് ദ സ്ക്രീൻ സൈസ് ഓഫ് ദ ഡിവൈസ്. അപ്പോൾ റെഡിൽ തന്നിരിക്കുന്നതാണ്, മാറ്റി എഴുതേണ്ട, ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ്. മീഡിയ ക്വറീസോ, ഇറ്റ് ഹെൽപ്സ് ടു സെലക്ട് ദ സൈസ് ഓഫ് ദ വെബ് പേജ് ടു ഫിറ്റ് ദ സ്ക്രീൻ സൈസ് ഓഫ് ദ ഡിവൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ അടുത്ത വീഡിയോ പാർട്ട് 2 വേണമെങ്കിൽ ഉടൻ തന്നെ ഈ വീഡിയോ കണ്ടതും എനിക്ക് കമൻ്റ് ഇടുക, നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്ന്. നിങ്ങളുടെ കമൻസിനനുസരിച്ചാണ് ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എക്സാമിന് മുമ്പേ എല്ലാം കവർ ചെയ്ത് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ദെയർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്.